ഓം ശാന്തി. ഒരിടത്ത് ഭൂഷൺ എന്ന പേരുള്ള ഒരു നല്ല വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവന് അപ്രതീക്ഷിതമായി ഒരു വലിയ രോഗം പിടിപെട്ടു. അവന്റെ ശരീരത്തിലാണെങ്കിൽ അസഹനീയമായ വേദന. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിനോട്, നമ്മുടെ ഋഷഭിനോട് പറഞ്ഞു, ഒരു ന്യൂറോ സർജിക്കൽ ഡിസോർഡർ ആണ് താങ്കൾക്ക്, അസഹനീയമായ വേദനയുണ്ടാവും. വളരെ കൂടുതൽ കാലം ചിട്ടയായി മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ താങ്കളുടെ അസുഖം ഭേദമാകുള്ളൂ. പെട്ടെന്നൊന്നും ഇത് ഭേദമാകില്ല. അതിന് നിനക്ക് ദീർഘനാളത്തെ റെസ്റ്റ് എടുക്കേണ്ടതിന്റെ ആവശ്യമാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സാകപ്പാട് മരവിച്ചു പോകും. അങ്ങനെ ഇരിക്കെ അവൻ വളരെ സങ്കടത്തോടുകൂടി വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മകുമാരീസ് രാജയോഗ ധ്യാനത്തെക്കുറിച്ച് കേൾക്കാനിടയായി. മനസ്സിന് ശാന്തി കിട്ടുമെങ്കിൽ, ശക്തി കിട്ടുമെങ്കിൽ ഇതൊന്ന് പഠിച്ചാൽ എന്താണെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം BK രാജയോഗ ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ നിമിത്ത സഹോദരിമാരിൽ നിന്നും വളരെ ഗഹനമായ ചില കാര്യങ്ങൾ അറിവ് സ്വീകരിച്ചു. അതുമുതൽ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അതിന് നടുവിൽ നമുക്ക് എങ്ങനെ മനസ്സിന്റെ ശാന്തി മെയിൻറ്റെയിൻ ചെയ്ത് ശാന്തിയുടെ ശക്തി വർദ്ധിപ്പിക്കുക, ആ വിഷയത്തിലായിരുന്നു അവന് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടിയത്. 3 സബ്ജക്റ്റുകൾ, ടോപ്പിക്സുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ഭൂഷണെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമാണ് അവന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഡെയിലി ഭഗവാന്റെ ജ്ഞാനമുരളി കേൾക്കാൻ തുടങ്ങുകയും ആത്മാവിന്റെ ശാന്തിയുടെ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനെക്കുറിച്ച് പഠിച്ചു അഭ്യസിക്കാൻ ആരംഭിച്ചു. മെഡിറ്റേഷൻ ഇരുന്നു കൊണ്ട് ഭൂഷൺ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു. ഞാൻ ആത്മാവാണ്, ശാന്തിയുടെ കിരണങ്ങൾ എൻ്റെ ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ്. ഈ അഭ്യാസം നിരന്തരം ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ആത്മാവാണ്, വേദന ആത്മാവിലല്ല, ഇതെന്റെ ശരീരമാണ്, വേദന ശരീരത്തിലാണ്. പക്ഷെ വേദനയെ അനുഭവിക്കുന്നത് ഞാനാണ്, പക്ഷെ വേദന ഞാനല്ല. വേദന എന്നിലല്ല, വേദന ശരീരത്തിലാണ്. അങ്ങനെ തൻ്റെ ശരീരത്തെ, ആ ദേഹത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ, വേദനകളെയെല്ലാം ഒരു സാക്ഷിയായിരുന്നു കൊണ്ട് വീക്ഷിച്ചു. നിശബ്ദതയോടുകൂടി ഒരു ഒബ്സർവർ ആയിരുന്നു കൊണ്ട് അതിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഒരു കംപ്ലൈന്റും പറഞ്ഞില്ല, ഒരു കുറ്റപ്പെടുത്തലും ഇല്ല. തികച്ചും സാക്ഷിയായിരുന്നു കൊണ്ട് എന്താണോ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ അതിനെ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് കുറേശ്ശെ അദ്ദേഹം മെഡിസിനിലും നല്ല ശ്രദ്ധ കൊടുത്തു. അങ്ങനെ 6 മാസങ്ങൾ കൊണ്ട് അവന്റെ മുഖം നല്ലതുപോലെ പ്രസന്നമായി. ഡോക്ടേഴ്സും ചിന്തിച്ചു, ഇതെന്തു പറ്റി? ആ രോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ അവൻ എത്ര നിരാശനായിരുന്നു, ദുഃഖിതനായിരുന്നു. ഇപ്പൊ നോക്കൂ, രോഗം ഉണ്ടെങ്കിലും രോഗം ഇല്ലാത്തതുപോലെ അവൻ വളരെ പ്രസന്നനായിരിക്കുന്നു. അവന്റെ മുഖത്തൊന്നും വേദനയുടെയോ സങ്കടത്തിന്റെയോ യാതൊരു തരത്തിലുള്ള ഫീലിങ്സും കാണാൻ സാധിച്ചില്ല. ഡോക്ടർ ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചത്? അപ്പൊ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വേദനയെ ഭയക്കുന്നില്ല, ഞാൻ ആ വേദനയെ എന്നിലേക്ക് സ്വീകരിക്കുകയാണ്. എൻ്റെ ആത്മശക്തി കൊണ്ട്, സൈലൻസിന്റെ ശക്തി കൊണ്ട് ആ വേദന എന്ന വികാരത്തെ ഞാൻ അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്, അതുമായി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ആ ഋഷഭിന്റെ ആ തീരുമാനം കേട്ട് മെന്റൽ വെൽനസ് ക്ലബ് എന്നൊരു ക്ലബ്ബ് അവന്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഇതേപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവൻ തന്നെ ഒരു ക്ലാസ് ആരംഭിച്ചു. ക്ലാസിന്റെ പേരാണ് മെന്റൽ വെൽനസ് ക്ലബ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ അതിനെ തുടർന്ന് നമുക്കതെങ്ങനെ പ്രാക്ടിക്കലാക്കാം, അതിന് അവ്യക്ത ബാബ്ദാദ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് യോഗത്തിന്റെ പ്രയോഗത്തിലൂടെ സിദ്ധി സ്വരൂപനായിട്ട് മാറും. ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം ആദ്യം സ്വയത്തെ പ്രതി അപ്ലൈ ചെയ്യൂ, തൻ്റെ ശരീരത്തിന് അപ്ലൈ ചെയ്യൂ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്യാധി അഥവാ അസുഖങ്ങളുണ്ടെങ്കിൽ അതിലിത് പ്രയോഗിച്ചു നോക്കൂ.
അങ്ങനെ സങ്കല്പത്തിന്റെ ശക്തി പ്രയോഗിക്കുന്നതിലൂടെ എൻ്റെ ശാരീരികമായ അസുഖങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായ മാറ്റം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. പിന്നീട് ഈ ശക്തിയിലൂടെ കർമ്മബന്ധനത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മധുരമായ സംബന്ധത്തിന്റെ രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ ശാന്തിയുടെ ശക്തി ഉണ്ടെങ്കിൽ, യോഗത്തിന്റെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, കർമ്മബന്ധനത്തിന്റെ രൂപത്തിൽ വരുന്ന ഏതൊരു വിഷമതകളെയും നമുക്ക് ഒരു മധുരമായ സംബന്ധത്തിലേക്ക് പരിവർത്തനപ്പെടുത്താം. പക്ഷെ രോഗം പെട്ടെന്ന് മാറും എന്നല്ല ഈ പറയുന്നത്. അതിനെ ആ അനുഭവിക്കുന്ന വേദനയുടെ ഫീലിങ്സ് മാറിയിട്ട് ഒരു ആസ്വാദനത്തിന്റെ ഫീലിങ്സ്, അയ്യോ എന്നതിന് പകരം ആഹാ എന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമുക്കതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരുന്നത് ഒരു പരിധിവരെ അത് കർമ്മക്കണക്കാണ്. അപ്പൊ കർമ്മത്തിന്റെ ആ കടുത്ത ബന്ധനത്തിനെ നമുക്ക് സൈലൻസിന്റെ ശക്തി കൊണ്ട് ഉരുക്കി വെള്ളം പോലെ ആക്കണം. കല്ലു പൊരിക്കുന്ന സാധനത്തിന് ഉരുക്കി കളയണം. കർമ്മഭോഗത്തെ നമുക്ക് സൈലൻസിന്റെ ശക്തി കൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യണം. ഞാൻ കർമ്മഭോഗം അനുഭവിക്കുന്ന ആളല്ല, എന്നാൽ അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ സാക്ഷിയായിരുന്നു കൊണ്ട് ആ കർമ്മക്കണക്കുകളെല്ലാം കണ്ട് അക്സെപ്റ്റ് ചെയ്ത് അതിനെ അംഗീകരിച്ച് അതുമായി ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരു കർമ്മക്കണക്കുകളും നമുക്കൊരു ബാധ്യതയായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പീസ് ഈസ് നോട്ട് പാസിവിറ്റി, ഇറ്റ് ഈസ് എ റിയൽ പവർ. ശാന്തി എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയാണ്. സോ ഇന്നർ സൈലൻസ് ഈസ് സ്ട്രെങ്ത്, നോട്ട് എസ്കേപ്പ്. ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ അലസമായിരിക്കുക, എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതല്ല, അതൊരു ഇന്നർ സ്ട്രെങ്ത് ആണ്. പിന്നെ ബി എ വിറ്റ്നസ്, നോട്ട് എ സഫറർ. ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഞാൻ സഫറർ ആണല്ലോ, പകരം അല്ല, ഞാൻ സാക്ഷിയാണ്. പെയിൻ ഈസ് ഹാപ്പനിങ് ടു ദ ബോഡി, നോട്ട് ടു മീ. ഈ വേദന എൻ്റെ ശരീരത്തിലുള്ളതാണ്, വേദന ഞാനല്ല. വേദന എൻ്റെ ശരീരത്തിനൊരു ഫീലിങ്സ് മാത്രമാണ്. ദ ഹാർട്ട് കർമ്മ ട്രാൻസ്ഫോം വെൻ ഒബ്സർവ് വിത്ത് പീസ്. അപ്പൊ നമ്മൾ അത്രയധികം ശാന്തിയോടുകൂടി നമ്മൾ അതിനെ നിരീക്ഷകനായി നോക്കിക്കൊണ്ടിരിക്കൂ, നമ്മുടെ കർമ്മത്തിന്റെ ഭോഗം കുറയും. റെസിസ്റ്റൻസ് ആംപ്ലിഫൈസ് സഫറിങ്, അവയർനെസ് ഓർ ഡിസോൾവ്സ് ഇറ്റ്. ശരിയായുള്ള തീരുമാനം, നമ്മുടെ ബോഡി കോൺഷ്യസ് നമുക്ക് രോഗത്തിന്റെ ആധിക്യം കൂട്ടുമ്പോൾ ഞാൻ ആരെന്നുള്ള സെൽഫ് അവയർനെസ് അതിന്റെ അളവിനെ കുറയ്ക്കുന്നു. ദ ബോഡി മേ ഫാൾ സിക്ക്. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ അസുഖം വന്നേക്കാം, ബട്ട് ദ സോൾ ക്യാൻ റേസ് ഇൻ സ്ട്രെങ്ത്. എന്നാൽ ആത്മാവിന് ആ ആത്മശക്തി കൊണ്ട് അതിനെ അതിജീവിക്കാൻ സാധിക്കും. അതായത് മെഡിറ്റേഷൻ ബ്രിങ്സ് ഇന്നർ സ്റ്റെബിലിറ്റി ഈവൻ അഡ്മിസ്റ്റ് ഇൽനെസ്. ഏതൊരു പ്രതികൂലമായ രോഗാതുരമായ സാഹചര്യങ്ങൾക്ക് നടുവിലും മെഡിറ്റേഷൻ നമുക്കൊരു ആന്തരിക സമചിത്തത പ്രദാനം ചെയ്യും. പിന്നെ സൈലൻസ് ഡസൻറ്റ് ഇറേസ് കർമ്മ ബട്ട് ഇറ്റ് മേക്സ് ഇറ്റ് വെയ്റ്റ്ലെസ്. അപ്പൊ നമ്മൾ ശാന്തിയിൽ ഇരുന്നു എന്ന് കരുതി കർമ്മക്കണക്കില്ലാതാകില്ല, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെയോ അതിന്റെ എഫക്റ്റിനെ കുറയ്ക്കാൻ സഹായിക്കും, അതിന്റെ വെയിറ്റ് ഒന്ന് കുറച്ചു തരും. അപ്പൊ സൈലന്റ് ഡസൻറ്റ് ഇറേസ് കർമ്മ. നമ്മുടെ കർമ്മക്കണക്കുകൾ ഉള്ളത് തന്നെയാണ്, അതിനെ ഇല്ലാതാക്കാനോ മായ്ച്ചു കളയാനോ സാധ്യമല്ല. പക്ഷേ നമ്മുടെ അനുഭവത്തിന്റെ ആ പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവത്തെ ഒരു ആഹ്ലാദകരമായ അനുഭവത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ലൈക്ക് എ ലൈൻ ഡ്രോൺ ഇൻ വാട്ടർ. വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ. ഇൻ ഇസ് ബട്ട് ടെമ്പററി. ആ വേദന താൽക്കാലികമായിട്ടുള്ളതാണ്, അസ്ഥായിയായിട്ടുള്ളതല്ല. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കൂ. അവ്യക്ത ബാബ്ദാദയുടെ ആ നിർദ്ദേശം എന്താണ്? യോഗത്തിന്റെ ശക്തി ശരീരത്തിൽ പ്രയോഗിച്ച് അതിന്റെ റിസൾട്ട് എടുക്കൂ. ഓം ശാന്തി.